നമ്മൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏതൊരു സന്ദർഭത്തിലാണ് ഈ വീഡിയോ കാണുന്നു എന്നെനിക്കറിയില്ല. പക്ഷേ കാണുന്ന ഓരോരുത്തരും വളരെ ഗൗരവത്തോടു കൂടി ഈ ഒരു വീഡിയോ കാണുക എന്ന് ആദ്യമേ ഞാൻ ഉണർത്തുന്നു. കാരണം നമുക്കറിയാം, ഈ ദുനിയാവിലുള്ള ജീവിതം വളരെ വിലപ്പെട്ടതാണ്. എന്തുകൊണ്ടാണ് വിലപ്പെട്ടതാകുന്നത്? നാളെ ആഖിറത്തിലേക്കുള്ള മുതൽക്കൂട്ടാണ്. അതാണ് ഈ ദുനിയാവ് നമുക്ക് വിലപ്പെട്ടതായി തീരുന്നത്. പക്ഷേ ഈ ദുനിയാവിലുള്ള മുഴുവൻ വസ്തുക്കളും മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചപ്പോൾ അള്ളാഹു തന്നെ പറയുന്നുണ്ട്, മനുഷ്യനെ സൃഷ്ടിച്ചത് അവനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് എന്ന്. ഖുർആനിൻ്റെ പല സന്ദർഭങ്ങളിലും പല സ്ഥലങ്ങളിലും അള്ളാഹു വ്യക്തമായ താക്കീതുകൾ നമുക്ക് നൽകുന്നുമുണ്ട്. നന്മ ചെയ്തവർക്ക് വിശാലമായ സ്വർഗവും തിന്മ ചെയ്തവർക്ക് വിശാലമായ നരകവും ഞാൻ നിങ്ങൾക്ക് സമാനമായി നൽകുന്നു എന്നുള്ള താക്കീത് സൂറത്തുൽ അറാഫിലൂടെ അള്ളാഹു വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വനാദ അസ്ഹാബുൻ നാരി അസ്ഹാബൽ ജന്ന അൻ അഫീദു അലൈനാ മിനൽ മാഇ ഔ മിമ്മാ റസഖകുമുല്ലാഹ് ഖാലു ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ. നരകത്തിലേക്ക് പ്രവേശിച്ച ആളുകൾ സ്വർഗത്തിലുള്ളവരോട് വിളിച്ചു പറയുന്നൊരു സന്ദർഭത്തെക്കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിവരിക്കുന്നത്. ഞങ്ങൾക്ക് ഇത്തിരി വെള്ളം ഞങ്ങൾക്ക് നൽകണമേ, അല്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് അല്പമെങ്കിലും ഞങ്ങൾക്ക് തരണമേ എന്ന നരകവാസികൾ സ്വർഗവാസികളോട് വിളിച്ചു പറയുന്ന ഒരു സന്ദർഭമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നരകത്തിൽ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ സ്വർഗവാസികൾ നരകവാസികളോട് വിളിച്ചു പറയും, സത്യനിഷേധികളായ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവ രണ്ടും നിഷേധിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. രണ്ടാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറയുന്നു, അല്ലദീന തഖദു ദീനഹും ലഹ്വൻ വലഇബൻ വഗറത്തുഹുൽ ഹയാത്തുദ് ദുനിയ ഫൽയൗമ നൻസാഹും കമാ നസൂ ലിഖാഅ യൗമിഹിം ഹാദാ വമാ കാനൂ ബിആയാതിനാ യജ്ഹദൂൻ. അവർ തങ്ങളുടെ ജീവിതക്രമത്തെ കളിതമാശയാക്കിയവരാണ്. ഐഹിക ജീവിതം കണ്ട് വഞ്ചിതരാവുകയും, അതായത് ദുനിയാവിലുള്ള ജീവിതത്തിൻ്റെ രസങ്ങൾ കണ്ടുകൊണ്ട് മതിമറന്ന് ജീവിച്ച ആളുകളായി തീരുകയും, അതിനാൽ ഇന്നേ ദിവസം, അതായത് നിങ്ങൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ആ ഒരു ദിവസം മോശമാണെങ്കിൽ ഇന്നേ ദിവസത്തെ നിങ്ങൾ മറന്നുപോയി, അന്ന് നിങ്ങൾ ദുനിയാവിൽ ജീവിച്ചിരുന്നു എന്നുള്ള കാര്യം. അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന കാര്യം നിങ്ങൾ ഓർത്തിരുന്നുവെങ്കിൽ നിങ്ങൾ അങ്ങനെ ജീവിക്കില്ലായിരുന്നു. ഞങ്ങളുടെ വചനത്തെ, അതായത് അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ വചനങ്ങളെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നപ്പോൾ അതിനെ നിങ്ങൾ തള്ളിപ്പറയുകയും ചെയ്തു എന്നുള്ള താക്കീത് നാളെ അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ അള്ളാഹു നമ്മളോട് പറയുന്നൊരു സന്ദർഭമാണ് ഖുർആനിൻ്റെ ഈ ഒരു ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളായ സത്യവിശ്വാസികളായ സജ്ജനങ്ങളായ ആളുകളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് വഴിപ്പെട്ട് ജീവിക്കുക. ഇത് ആദ്യമായി എന്നോടാണ് പറയുന്നത്, എന്നിട്ടാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. ദുനിയാവിലുള്ള ജീവിതത്തെ കണ്ടുകൊണ്ട് മതിമറഞ്ഞ് നിങ്ങൾ വഞ്ചിതരായി പോകരുതേ. അള്ളാഹു ഖുർആനിൻ്റെ പല സന്ദർഭങ്ങളിലൂടെ, ഓ സത്യവിശ്വാസികളെ, ഓ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് പല പല പ്രാവശ്യങ്ങളായി അള്ളാഹു നമ്മളോട് ഉണർത്തുന്നുണ്ട് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ദുനിയാവ് വെറും കളിയും ചിരിയും തമാശയും മാത്രമാണ്. പക്ഷേ ആഖിറം നഷ്ടപ്പെടാൻ ഈ ദുനിയാവ് തന്നെ ധാരാളമാണ് എന്നുള്ളത് മറന്നു പോകരുത്.